നമസ്കാരം. പാലക്കാട് തെരഞ്ഞെടുപ്പ് വീണ്ടും ട്വിസ്റ്റിലേക്ക് പോവുകയാണ്. അവിടെ BJPക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാങ്കൂട്ടങ്ങൾ ഒന്നല്ല, മാങ്കൂട്ട തോപ്പ് തന്നെ ഉണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഇന്നലെ ആക്ഷേപമായി പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അവിടെ ഈ സ്ത്രീ പീഡകന്മാരുടെ ഒരു നാടായി പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര മനോഹരമായൊരു ജില്ലയാണ്. കൽപ്പാത്തി രഥോത്സവവും ഭാരതപ്പുഴയും നിളയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സമാധാനപരമായി ജീവിക്കുന്ന വളരെ മനോഹരമായൊരു നാടാണ് ഈ പാലക്കാട് ജില്ല. ഞാൻ പാലക്കാട് ജില്ലയെ വല്ലാതെ, എല്ലാ ജില്ലയോടും നമുക്ക് ഇഷ്ടമാണ്, എന്നാലും പാലക്കാട് ജില്ലയോട് വലിയ ഇഷ്ടമാണ് നമുക്ക്. കാരണം അവിടെ പ്രകൃതിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളവരല്ല, ഭയങ്കരമായ ബഹുനില മന്ദിരങ്ങൾ ഒരുപാടുള്ള സ്ഥലമല്ല. പാലക്കാടിൻ്റെ OV വിജയൻ്റെ നാടാണ്. അതുപോലെ ധാരാളം പച്ചപ്പ് ഇപ്പോഴുമുണ്ട്. അവിടെ ചൂടുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും കുളങ്ങളും പച്ചപ്പും വയലേലകളും ഒക്കെ ഉള്ള വളരെ മനോഹരമായൊരു ജില്ലയാണ്. മനോഹരമായ കുറേ ജനങ്ങളുമുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ പീഡകന്മാർ അവിടെ വന്നിട്ടുണ്ട്. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി വെച്ചു, ഇപ്പോൾ ഇതാ മറ്റൊരു കൗൺസിലർ ഇതിനകത്ത് വന്ന് വീണിരിക്കുകയാണ്. ആ കൗൺസിലർ പീഡിപ്പിച്ച സ്ത്രീ വനിത വന്നിട്ട് അവർ ചാനലുകളിൽ പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ പേരും പറയുന്നു. പീഡിപ്പിച്ചതായിട്ടല്ല, ഷാഫി പറമ്പിലൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടോണം എന്ന് പറഞ്ഞുള്ളൊരു മാനസിക പീഡനം. മറ്റേ ശാരീരിക പീഡനത്തിൽ ഷാഫി പറമ്പില്ല, പക്ഷെ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാനസിക പീഡനത്തിലേക്കും മാങ്കൂട്ടത്തിൻ്റെയും പേര് പറഞ്ഞുള്ള ഒരു മാനസിക പീഡനത്തിലേക്ക് ഒരു വനിതയെ കൊണ്ടുപോയി. ഇതും അവിടുത്തെ ഡിസൈഡിങ് ഫാക്ടറായി മാറുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പാലക്കാട് CPM-ഉം കോൺഗ്രസും BJPയും ഡീലുണ്ട് എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ റസാഖ് എന്ന് പറയുന്ന NMR റസാഖ് എന്ന് പറയുന്ന വളരെ അപ്രസക്തനായിട്ടുള്ള ഒരു ഹോട്ടൽ മുതലാളിയാണ് CPM നിർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടൊരു സാംസ്കാരിക സാമൂഹ്യ രംഗത്തൊരു ഒരാളെ CPM-ന് കണ്ടെത്താൻ പറ്റിയില്ല? CPI ആലങ്കോട് ലീലാകൃഷ്ണനെ കണ്ടുപിടിച്ചതുപോലെ എന്തുകൊണ്ട് മറ്റൊരാളെ കണ്ടുപിടിക്കാൻ CPM-ന് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ കരമന സുധീറിനെ തിരുവനന്തപുരത്ത് കണ്ടുപിടിച്ചതുപോലെ ഒരു സ്വതന്ത്രനെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് CPM പറയേണ്ട ഒരു മറുപടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു റസാഖിനെ നിർത്തിയതോടുകൂടി CPM തോറ്റു എന്ന് ആദ്യമേ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ മത്സരം രമേഷ് പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ്. ആ ശോഭാ സുരേന്ദ്രൻ രമേഷ് പിഷാരടി തർക്കത്തിൽ ഓരോ ദിവസം കഴിയുന്നവരും രമേഷ് പിഷാരടിയുടെ ഒരു അതായത് കോൺഗ്രസിന്റെ ഇമേജിന് കോട്ടം തട്ടുന്നുണ്ടോ എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ കോമാളി വിഷയത്തിൽ, തോമസ് ഐസക്കിന്റെ കോമാളി വിഷയത്തിൽ ഗ്രാഫ് ഒന്ന് ഉയർന്നതായിരുന്നു രമേഷ് പിഷാരടിയുടെ, പക്ഷെ വീണ്ടും ഗ്രാഫ് താഴുകയാണ്. എന്താണ് പാലക്കാട് സംഭവിക്കുന്നത്? ഓരോ നിമിഷവും ഗ്രാഫ് ഉയരുകയും താഴുകയും, BJPയുടെയും കോൺഗ്രസിന്റെയും ഗ്രാഫ് ഉയരുന്നു, ഗ്രാഫ് താഴുന്നു, തട്ടുയരുന്നു, തട്ട് താഴുന്നു. വളരെ രസകരമാണ് പാലക്കാട് മത്സരം. അപ്പോൾ അതുകൊണ്ട് ഇപ്പതാ പുതിയൊരു കേസ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പുതിയ കേസുകളും പുതിയ പ്രശ്നങ്ങളും വന്നതുകൊണ്ടാണോ ഷാഫി പറമ്പിലൊക്കെ പാലക്കാടിനെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് മറ്റ് ജില്ലകളിലേക്കൊക്കെ പോയി വ്യാപകമായി, മറ്റത് പാലക്കാട് നിന്ന് പ്രവർത്തിക്കുക? ഇനിയിപ്പോൾ റിമൈനിങ് ഡേയ്സിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ പാലക്കാട് ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും പാലക്കാട് കൂടുതൽ BJP അനുകൂലമായി മാറുകയാണോ? ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുന്ന രീതിയിലേക്കാണോ പാലക്കാട് പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ അടിക്കുമോ, അതോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് CPM കോൺഗ്രസും കൂടി ഇനി വല്ല അന്തർധാര ഉണ്ടാകുമോ? അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കാതെ റസാഖിനെ നിർത്തിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മതപരമായ ഒരു പ്രശ്നവുമുണ്ട്. കാരണം അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. അവിടെ കണ്ണാടി പോലുള്ള 1-2 പഞ്ചായത്തുകൾ മാത്രമാണ് മുസ്ലിം ഡോമിനേഷൻ ഉള്ളത്. അതെല്ലാം കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിം ഡോമിനേഷൻ എല്ലാം കോൺഗ്രസിന് വോട്ട് പോവുകയും ഹിന്ദു ഡോമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ വോട്ടെല്ലാം ശോഭാ സുരേന്ദ്രന് പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം അസംബ്ലിയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകും. വളരെ പർപ്പസായി
ശോഭയെ തോൽപ്പിക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി കോൺഗ്രസും CPM-ഉം കൂടി അവസാന നിമിഷം വോട്ട് മറിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇപ്രാവശ്യം പാലക്കാട് നിന്ന് നിയമസഭയിൽ വരാനുള്ള സാധ്യതകളാണ് ഓരോ ദിവസവും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ ജാതിപരമായ ഇക്വേഷൻ കണക്കാക്കലെടുത്താൽ തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ വളരെ വലിയ ടൈറ്റ് മത്സരം നടത്താൻ പിന്നെ EM ശ്രീധരനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നപ്പോൾ കഴിഞ്ഞെങ്കിൽ ഷാഫി പറമ്പിലിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ EM ശ്രീധരന് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ വളരെ ഗൗരവതരമായി ഇപ്രാവശ്യം അവിടെ നിന്ന് ജയിച്ച് കയറാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്, സാമൂഹ്യ സാഹചര്യമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. രമേഷ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം 2 പരിമിതികളുണ്ട്. ഒന്ന്, അദ്ദേഹം അടിസ്ഥാനപരമായി രാഷ്ട്രീയക്കാരനല്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കോമാളി എന്ന് വിളിച്ചത് പോസിറ്റീവായി വരുമ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, ശരിയാണ്, ഒരു മിമിക്രി നടൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമാ നിർമ്മാതാവിനെ നമ്മൾ ജയിപ്പിക്കണമോ, കൃത്യമായി രാഷ്ട്രീയത്തിൽ ശക്തമായി നിൽക്കുന്ന ആളുകളെ ജയിപ്പിക്കണമോ എന്ന് നോക്കിയാൽ അവിടെ റസാക്കിനും ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, രമേഷ് പിഷാരടിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കോമാളി വിളി 2 തരത്തിലുണ്ട്. കുറച്ച് പേര് ചിലപ്പോൾ ഇദ്ദേഹത്തിനോട് സിമ്പതി തോന്നി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് തന്നിരിക്കും, രമേഷ് പിഷാരടിക്ക്. അയ്യോ അങ്ങനെ വിളിച്ചോ, എങ്കിൽ പിന്നെ CPM-ന് ഒരു പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, കുറച്ച് പേരെങ്കിലും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ചിന്തിച്ച് മാറുന്നവരുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കൗതുകമുള്ള ഒരു ചിന്തയാണ്, ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്, പാലക്കാട് നടക്കുന്നത്. ഈ പാലക്കാട് ഇപ്രാവശ്യം BJP-ക്കാർ തമ്മിൽ കുത്താതിരുന്നാൽ, അവർ ചക്കളത്തിൽ പോരാട്ടം നടത്താതിരുന്നാൽ, RSS-ഉം BJP-യും ഒക്കെ ഒറ്റ മനസ്സോടുകൂടി നിന്നാൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനായിരിക്കും അവിടെ വിജയിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, BJP-ക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളത്, ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവർ കാര്യത്തോടടുക്കുമ്പോൾ ഒരു കലക്കമുണ്ട്, ഒരു കലഹമുണ്ട് അവരിൽ. അത് വലിയ പ്രശ്നമാണ് കേരളത്തിലെ BJP-ക്ക്. പാലക്കാട് അതിൻ്റെ ഒരു പറുദീസയാണ്. അങ്ങനെയൊന്നും വരാതിരുന്നാൽ തീർച്ചയായിട്ടും പാലക്കാട് ശോഭ ഇപ്രാവശ്യം അടിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് വരുന്നത്. പക്ഷേ ഇനിയും 10-15 ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ, 9-ാം തീയതി ആകാൻ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. അതിനിടയിൽ എന്ത് മാറ്റവും സംഭവിക്കാം. കാരണം ഇത് രാഷ്ട്രീയമാണ്, സാഹചര്യങ്ങളുടെയും അവസരങ്ങളുടെയും കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആര് മുതലാക്കും, ആര് നേടുമെന്നുള്ളത് ഒരു നിമിഷം കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നതില്ല. ഓരോ നിമിഷത്തെയും ചലനങ്ങൾ വോട്ടിനെ സ്വാധീനിക്കും. ഇപ്പോൾ ഗ്രാഫ് കോൺഗ്രസിൻ്റേത് താഴെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പാലക്കാട് നൽകുന്ന രാഷ്ട്രീയ ചിത്രം.